തമിഴ് പാട്ട് പാട്ടുപുസ്തകത്തിലെ 28ാമത്തെ തമിഴ് പാട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. என்றென்றும் வந்தடையும் கண்மலையும் இயேசுவே, இந்த நின் தாகம் தீர்க்கும் கண்மலையும் இயேசுவே, என்றென்றும் வந்தடையும் கண்மலையும் இயேசுவே, இந்த நின் தாகம் தீர்க்கும் கண்மலையும் இயேசுவே, ஒளிமய மாலைதி காலம் ஒன்றை நாடி உலகெல்லாம் தொலைந்தொழிந்து தேடியும் நான் காண்கிறேன். ஒளிமய
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാട്ടുപുസ്തകത്തിലെ 11-ാമത്തെ പാട്ട്, ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ജപിച്ചിടുക, വാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ജപിച്ചിടുക, വാനിൽ പറന്നു പോകാം.
അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ചാലിനാഥൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. எல்லாரும் அப்படி எழுப்பி நிற்போம். எல்லாரும் எழுப்பி நிற்போம்.
உலர்ந்த எலும்புகளை உயிரடைய செய்கிறவர், உலர்ந்த அஸ்திகளை உயிரடைய பண்ணுகிறவர், സർവ വല്ലഭയുള്ള ദൈവം നമ്മുടെ മധ്യയിൽ இருக்கிறார். സർവസിദ്ധനായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഉലർന്ന എലുമ്പുകൾക്കുള്ള ജീവനടയ ചെയ്ത ആണ്ടവർ, ജീവൻ പോയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. இந்த கன்வென்ஷன் இரண்டாவது நாள் கூட்டத்தில் தேவனுடைய உயிர்த்தெழுதலின் வல்லமை നമ്മുടെ മധ്യയിൽ അസൈവാടി കൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ കൂട്ടത്തിൽ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മധ്യയെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നെ ബലപ്പെടുത്തുവാൻ, ഉന്നെ ബലവാനാക മാറ്റുവാൻ, നിന്നെ ബലവാനായി മാറ്റുവാൻ വേണ്ടി, ഉന്നെ ഉയരടയ ചെയ്യുവാൻ, നിനക്ക് ജീവൻ തരുവാൻ വേണ്ടി, നീ പിഴച്ചിരിക്കുവാൻ, നീ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവനുடைய വല്ലഭ ഉനക്ക് അനുഭവപ്പെടുகிறது. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ അവിടെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവന്റെ കൃപ ഉന്മേൽ ഊറ്റപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ ധാരാളമായി നിന്റെ മേൽ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആവിയെയും നമ്മുടെ ആശീർവാദത്തെയും നമ്മുടെ ജനത്തിന്മേൽ അനുഭവിക്കുക. തന്റെ ആത്മാവിനെ, തന്റെ അനുഗ്രഹത്തെ തന്റെ ജനത്തിന്റെ മേൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. സന്തതിയിന്മേൽ, ഉൻ സന്താനത്തിന്മേൽ എന്റെ ആശീർവാദത്തെയും என்னுடைய ആവി ഊറ്റുവേൻ എന്ന വാഗ്ദത്തത്തെ നിറവേറ്റുകയാണ്. ഞാൻ നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവിക വാഗ്ദത്തം ഇന്ന് രാത്രി നിറവേറിക്കൊണ്ടിരിക്കുന്നു. പെറ്റുകൊള്ളുക, പ്രാപിച്ചുകൊള്ളുക, പ്രാപിച്ചുകൊള്ളുക. സർവശക്തിയുള്ളവനായ കർത്താവ്, നിന്നെ ജീവിപ്പിക്കുന്ന ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തെ കട്ടിയെടുപ്പുകിற ഒരു വല്ലഭൈ, നിന്നിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവിക ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ പരിജ്ഞാനത്താൽ എന്നിൽ ദിനവും വൻശക്തി പകർന്നിടുന്നേ. നിന്റെ പരിജ്ഞാനത്താൽ എല്ലാവരും കരങ്ങളെ തട്ടി, എല്ലാവർക്കും കരങ്ങളെ തട്ടി പകർന്നിടുന്നേ. ഭക്തിക്കും ജീവനും ഇതെല്ലാം തന്നു വിജയിയാക്കിയിടുന്നേ, വിജയിയാക്കിയിടുന്നേ. ഭക്തിക്കും ജീവനും ഇതെല്ലാം തന്നു വിജയിയാക്കിയിടുന്നേ, വിജയിയാക്കിയിടുന്നേ. പ്രിയനേ എൻ യേശുനാഥാ, മഹത്വത്തിൻ്റെ രാജനേ, നീ എൻ ജീവനും നീ എൻ ബലവും എൻ രക്ഷിതാവുമത്രേ. നീ എൻ ജീവനും നീ എൻ ബലവും എൻ രക്ഷിതാവുമത്രേ. മൽപ്രിയനേ, പ്രിയനേ നിന്റെ പരിജ്ഞാനത്താൽ എന്നിൽ ദിനവും വൻശക്തി പകർന്നിടുന്നേ. പ്രിയനേ നിന്റെ പരിജ്ഞാനത്താൽ എന്നിൽ ദിനവും വൻശക്തി പകർന്നിടുന്നേ. ഭക്തിക്കും ജീവനും ഇതെല്ലാം തന്നു വിജയിയാക്കിയിടുന്നേ, വിജയിയാക്കിയിടുന്നേ. ഭക്തിക്കും ജീവനും ഹല്ലേലൂയ. ഇതെല്ലാം തന്നു വിജയിയാക്കിയിടുന്നേ, വിജയിയാക്കിയിടുന്നേ. ഭക്തിക്കും ജീവനും ഇതെല്ലാം തന്നു വിജയിയാക്കിയിടുന്നേ, വിജയിയാക്കിയിടുന്നേ. ഭക്തിക്കും ജീവനും ഇതെല്ലാം തന്നു വിജയിയാക്കിയിടുന്നേ, വിജയിയാക്കിയിടുന്നേ.
எதிர்பார்க்கும் நன்மையை அவர் உனக்கு தர போகிறார். നീ പ്രതീക്ഷിക്കുന്ന നന്മ കർത്താവ് നിനക്ക് തരുവാൻ പോകുന്നു. இந்த கன்வென்ஷனுக்கு ஒரு எதிர்பார்ப்போடு நீ கடந்து ഒരു வந்திருக்கிற വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നീ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. நிச்சயமாக உன்னுடைய விண்ணப்பத்துக்கு பதில் உண்டு. നിശ്ചയമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. அந்நாளில் ஜெபத்தை கேட்ட தேவன் நான். ഹന്നായുടെ പ്രാർത്ഥന കേട്ട ദൈവം அந்நாளுடைய விண்ணப்பத்திற்கு பதில் கொடுத்தவர். ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന ദൈവം. ஆகாரின் சத்தத்துக்கும் அந்த ஆகாரின் பிள்ளையின் சத்தத்துக்கு செவி கொடுத்த தேவன் நான். ഹാഗാറിന്റെ ശബ്ദത്തിന് ഹാഗാറിന്റെ പൈതലിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത അതേ കർത്താവ്. எசேக்கியேலின் கண்ணீரை கண்ட தேவன் நான். എസെക്കിയേലിന്റെ കണ്ണുനീർ കണ്ട കർത്താവ്. விண்ணப்பத்தை கேட்ட தேவன் நான். നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. என்னுடைய பிள்ளையே உன்னுடைய விண்ணப்பத்திற்கு பதில் உண்டு. എന്റെ പൈതലേ, എന്റെ മകനെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദൈവിക ശക്തി നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തോട് இருக்கிற உனக்கு நான் സമീപமாக இருக்கிறேன். നുറുങ്ങിയ ഹൃദയത്തോട് കൂടിയിരിക്കുന്ന ദൈവവേദലേ, ഞാൻ നിനക്ക് സമീപസ്ഥനാണ്. நான் என் தேவனை இனி துதிக்க மாட்டேன். ഞാൻ ഇനി എന്റെ ദൈവത്തെ സ്തുതിക്കുകയില്ല. நான் அவரை மகிமைப்படுத்த மாட்டேன். ഇനി ഞാൻ അവനെ മഹത്വപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞു. என்னுடைய வாழ்க்கையில் நன்மை செய்யவில்லை என்று சொல்லிக் கொண்டிருக்கிறார். എന്റെ ജീവിതത്തിൽ അവൻ നന്മയൊന്നും ചെയ്തില്ല എന്ന് என்னுடைய பிள்ளையே, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. என் வாழ்க்கையில் என் ஜீவன் என்னுடைய வாழ்க்கையில் என் தேவன் எனக்கு நன்மை செய்யவில்லை என்று சொல்லுகிறார். എന്റെ മകനെ, എന്റെ മകളെ, നീ എന്റെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്തില്ല എന്ന് നീ പറയുന്നു. நீ பிழைத்திருக்கிற செய்தது, உன்னை பிழைத்திருக்க செய்தது, நீ பிழைத்திருப்பது നീ நான் உனக்கு செய்த நன்மை அல்லவா? നീ ഇന്നും ആയുസ്സോടെ ഇരിക്കുന്നത്, ജീവനോടെ ഈ ഭൂമിയിൽ നിൽക്കുന്നത് ഞാൻ നിനക്ക് ചെയ്ത നന്മയല്ലയോ? இரண்டு முறை மரணம் உன்னை வாரிக்கொண்டு போகும்படியாக இருந்தது. രണ്ട് തവണ മരണം നിന്നെ വിളിച്ചുകൊണ്ട് നിന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ நான் உனக்கு இறங்கிலே, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു. உன்னுடைய குடும்பத்துக்கு நான் இறங்கினேன். നിന്റെ കുടുംബത്തോട് ഞാൻ കരുണയുള്ളവനായി. உன்னுடைய பிள்ளைகளுக்காக வேண்டி நான் இறங்கினேன். നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്നു. ஓ ஷாபாலபல கத்ரபல, நீ ஏன் மௌனமா இருக்கிறாய்? നീ എന്തുകൊണ്ട് ഇന്ന് മൗനമായിരിക്കുന്നു? நலனடையும்படியாக என்னை துதி என்று கர்த்தர் சொல்லுகிறார். ബലം പ്രാപിക്കുവാൻ വേണ്ടി എന്നെ സ്തുതിക്കുക എന്ന് ദൈവം അരുളി ചെയ്യുന്നു. எவ்வளவுக்கு எவ்வளவு நீ தேவனை துதிக்கிறாய், அவ்வளவுக்கு எவ்வளவு நீ பலன் அடைவாய். ആരൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുമോ അവരൊക്കെ ഇന്ന് രാത്രികാലം ബലം പ്രാപിക്കുവാൻ പോകുകയാണ്. எல்லாரும் துதிப்போம், எல்லாரும் தேவனை துதிப்போம். എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, കർത്താവിനെ സ്തുതിക്കാം. தந்தே கருணையற்ற ത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ ലംഘനങ്ങളും
വായ്കളെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആരാധിക്കുന്ന ദേവൻ സർവ്വവല്ലഭയുള്ളത്. നാം ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവം. വാഗ്ദത്തത്തിൽ അവർ ഉണ്മയുള്ളത്. അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവർ മാറാത്തവർ. അവിടുന്ന് മാറാത്ത ദൈവമാണ്. അവരുടെ നാമത്തിനെ എങ്ങെല്ലാം കൂടി വരുന്നോ അതെല്ലാം നമ്മുടെ മധ്യത്തിലെ കടന്നു വരുന്നു. ആരൊക്കെ അവിടുത്തെ നാമത്തിൽ കൂടി വരുന്നുവോ അവരുടെയൊക്കെ മധ്യേ ഇറങ്ങി വരുന്ന കർത്താവ്. നമ്മുടെ ശബ്ദത്തെ കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ ശബ്ദത്തെ കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണീരെ കാണുന്ന ദൈവം, നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിൻ നിലവാരങ്ങളെ ഉണർന്നു കൊള്ളக்கூடிய ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവ്. ഭയപ്പെടാതെ ഞാൻ ഉനക്ക് തുണை നിൽக்கிறேன். ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് തുണ നിൽക്കുന്നവനാണ്. അവരുടെ കരത്തെ പിടിച്ചിരിக்கிறேன். ഞാൻ നിന്റെ കരത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. ஒருவர் என் கரத்தில் നിന്ന് உன்னை பறிக்க முடியாது. എന്റെ കരത്തിൽ നിന്നെ പറിച്ചു മാറ്റുവാൻ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. அந்த சூழ்நிலை உன்னை பிடிக்கும் பறிக்க முடியாது. യാതൊരു സാഹചര്യങ്ങൾക്കും എന്നിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റുവാൻ സാധ്യമല്ല. பார்த்து சொல்லுகிறார், நான் உன்னை அறிந்திருக்கிறேன். നിന്നെ നോക്കി കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. நான் உன்னை എന്റെ ഉള്ളങ്കയിൽ വരൈந்து வைத்திருக்கிறேன். ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. ദേവനെ കരങ്ങളെ തട്ടി മഹിമപ്പെടുത്തി സ്തോത്രം ചെയ്യുക. ആ ഉറപ്പ് പ്രാപിച്ചവർ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദേവനുடைய ഉള്ളങ്കയിൽ ഞാൻ ഇരിக்கிறேன். എന്റെ കർത്താവിന്റെ ഉള്ളങ്കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. അവന്റെ കരത്തിൽ നിന്ന് ഓരോന്നും പറിക്കാൻ അവിടുത്തെ കരത്തിൽ നിന്നെ പറിച്ചു മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. സർവ്വവല്ല